ഹലോ, വെൽക്കം ടു ട്രാവലിംഗ് മാംബോസ്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജെനി. ഞാൻ ദീപു. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയെന്ന് അറിയാൻ പോകുന്നത്, നമ്മൾ കുറച്ച് നാളായി ഇവിടെ എങ്ങോട്ടെങ്കിലും പോയിട്ട് കുറച്ച് നാളെ നമ്മൾ വീഡിയോസ് വിട്ടിട്ട്. അതെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ലോങ് പോകാമെന്ന് വിചാരിച്ചു. ഗോവയിലോട്ടാണ് നമ്മുടെ യാത്ര അല്ലേ? അതെ അതെ, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഗോവ കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഗോവയിൽ പോകുമെന്ന് വിചാരിച്ചു. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ 2 പേരും കൂടെ ഉണ്ട് ഗോവയിൽ. അപ്പോൾ നമുക്ക് അവരെ കാണാം. നമ്മൾ ഇത്തവണ പോകുന്നത് നമ്മുടെ സ്കോർപ്പിയോയിലാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ കൂടെ ഗോവയ്ക്ക് വരുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. ഇതുണ്ടോ നമ്മുടെ മീനാക്ഷി. കണ്ടോ, മീനാക്ഷി. അപ്പോൾ നമ്മൾ 4 പേരും കൂടെയാണ് ഇത്തവണത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുമല്ല, നമ്മളിപ്പോൾ പോയിട്ടൊരു 3-4 ദിവസത്തിനകത്ത് റിട്ടേൺ വരാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കുറച്ച് സാധനമൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഫുഡൊക്കെ നമുക്ക് വെച്ച് കഴിക്കാനുള്ളൊരു പരിപാടിയിലാണ്. സ്നോയും മീനാക്ഷിയും ഉള്ളത് കൊണ്ട് നമുക്ക് ഹോട്ടലിൽ പോയൊന്നും കഴിക്കാൻ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുക്ക് ചെയ്ത് തന്നെ കഴിക്കാം, അതിനുള്ള സംഭവങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ് ഒന്നും ഇല്ല. സീറ്റ് നമുക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ആയിരിക്കും കിടന്നുറങ്ങണം, അതിനുള്ള ബെഡ് സെറ്റ് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ കുക്ക് ചെയ്യേണ്ട സാധനങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്നോയിൻ്റെ മീനാക്ഷിൻ്റെ ബെഡ്, എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കഴിക്കുക കേട്ടോ. സ്നോയ്ക്ക് കടലിൽ കിടന്ന് മറിയാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും ഗോവയിലോട്ടൊന്ന് പോയി സ്നോയിനെയും കൂടെ കൊണ്ടുപോകാമെന്നുള്ളത്. അത് മാത്രമല്ല, വീട്ടിൽ നോക്കാനായിട്ട് ആരുമില്ല, അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അച്ഛനും ഒരു ദിവസം 2 ദിവസമൊക്കെ നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കരുതി നമ്മൾ 2 പേരെയും കൂടെ അവർ ഹാപ്പി ആയിരിക്കും, നമുക്ക് സമാധാനമായിരിക്കും. കാരണം അവർ മനുഷ്യരാണെങ്കിൽ കുഴപ്പമില്ല, ഉണ്ണിമോള് കുഴപ്പമില്ല, ഉണ്ണിമോൾ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് വന്നു. പക്ഷെ ഇവരെ കാര്യം അങ്ങനെ അല്ലല്ലോ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ സ്നോയ്ക്ക് നമ്മളെ കാണാതിരിക്കുമ്പം ആഹാരം കഴിക്കില്ല. നമ്മൾ എത്ര സമയം കഴിഞ്ഞാലും നമ്മൾ രാവിലെ ആഹാരം വെച്ച് നമ്മളുള്ളപ്പോൾ കഴിക്കും. അത് കഴിഞ്ഞ് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര പാതിരാത്രിയായിട്ട് വന്നാലേ അവൾ ആഹാരം കഴിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സ്നോയ്ക്ക്. നമ്മൾ ആരെങ്കിലും ഒരാൾ വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെയും 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ പേരോട്ട് വീഡിയോ എത്തുള്ളൂ. തമിഴ്നാട്ടിലും അത്യാവശ്യം മഴയുണ്ട്. ഞാൻ വിചാരിച്ചു കേരളത്തിൽ മാത്രമേ മഴയുള്ളൂ, ഇപ്പോൾ മഴ തുടങ്ങിയുള്ളൂ. പക്ഷെ ഇവിടെ നല്ല മഴയുണ്ട്. നാർഗോലി കഴിഞ്ഞ് ഒരു വള്ളിയൂർ കഴിയുന്ന ഒരു ഭയങ്കര ചൂടായിരുന്നു. മഴയുടെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇതിൽ ഭയങ്കര ചൂടാണ്. അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ മഴ, അടിപൊളി മഴ. നമ്മൾ സ്കോർപ്പിയോക്ക് കൂളിംഗ് ഒന്നും ഒട്ടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നലെ ഇതിനായിട്ട് ഭയങ്കര ചൂടാണ് ഇതിന്. അപ്പൊ പിന്നെ കൂളിംഗ് ഒക്കെ ചെയ്തു. സമയം ഇപ്പം എത്രയായി? ഇപ്പോൾ കറക്റ്റ് 2:45 2:45. പക്ഷെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കുക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴത്തേനും ഒരു സ്ഥലത്ത് അങ്ങനെയാണ് നിർത്തിയപ്പോഴത്തേനും പിന്നെ മഴയായി. പിന്നെ ഇന്നത്തെ കുക്കിംഗ് നടക്കാൻ ചാൻസ് ഇല്ല. നമ്മുടെ ഇൻട്രോ എടുത്തതിന് സ്റ്റാർട്ടിങ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുത്തിട്ടില്ല. ക്ലോസിംഗ് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തൊക്കെ വന്നിട്ടൊക്കെ അങ്ങനെ വന്ന് ഇതുവരെ എത്തി. മീനാക്ഷി ഫുഡൊക്കെ കഴിച്ചാട്ടോ. മീനാക്ഷി അവളുടെ വിസ്കസ് ഒക്കെ കഴിച്ച്. പക്ഷെ സ്നോയ്ക്ക് പെഡിഗ്രി കൊടുത്തിട്ട് അവൾ കഴിക്കുന്നില്ല. ഇനിയിപ്പം എന്തെങ്കിലും മുട്ട എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നോർമലി ഗോവയ്ക്ക് പോകുന്ന, നമ്മൾ ട്രിവാൻഡ്രത്തുള്ളതല്ലേ ഗോവയ്ക്ക് പോകുന്ന എളുപ്പം എന്ന് പറഞ്ഞാൽ എറണാകുളം, കോഴിക്കോട് ആ റൂട്ട് പോകുന്നതാണ് എളുപ്പം. അതുപോലെ ടോളും ഇല്ല. പക്ഷെ നമ്മൾ ഈ ബാംഗ്ലൂർ, മൈസൂർ ഒന്ന് കാണണം എന്നുള്ളൊരു ഐഡിയയിൽ ഈ വഴി വന്നു കേട്ടോ, മധുര വഴി. അതുവഴി പോയാൽ നമുക്ക് 900-something കിലോമീറ്ററേ ഉള്ളൂ കേരള വഴി പോയി. ഇത് മധുര വഴി പോകുമ്പോഴത്തേനും, മധുര ബാംഗ്ലൂർ വഴി പോകുമ്പോഴത്തേനും നമുക്ക് 1300 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അതുപോലെ ടോളും ഉണ്ട്. ടോൾ എനിക്ക് തോന്നുന്നു 2000-something ആണെന്ന് തോന്നുന്നു. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കാണിച്ചത്. നമ്മൾ പ്രോഗ്രാം 19-ാം തീയതി നമുക്ക് 18-19 പ്രോഗ്രാം ഉണ്ട്. നമ്മൾ വീട്ടിൽ എല്ലാ കോസ്റ്റ്യൂമും സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇറങ്ങിയത്. അതാണ് ഇത്രയും ലേറ്റ് ആയത്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ 6 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ. അപ്പം അഥവാ നമ്മൾ തിരിച്ചു വരാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നാലും നമ്മുടെ പിള്ളേർ പോകുമല്ലോ. അപ്പോൾ കൺഫ്യൂഷനിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. മധുര എത്താറായെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ആയില്ല. 90 കിലോമീറ്ററിനുള്ളിൽ ഇനിയും ഉണ്ട് കേട്ടോ. ദീപ് ചേട്ടൻ സ്നോയെ ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനേ.
പോയാ സ്നോ രക്ഷയില്ല, ബാത്റൂമിലൊന്നും പോണില്ല. അതുപോലെ ഫുഡും കഴിച്ചിട്ടില്ല വണ്ടി കയറിയ ശേഷം. പക്ഷേ രാവിലെ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് തന്നെ കൊണ്ടുവന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളെ തമിഴ്നാട്ടിൽ ഇത്രയും മഴ ഉണ്ടാവുമെന്ന്. നല്ല ഇപ്പൊ ക്ലൈമറ്റ് കൊള്ളാം, കാരണം കാറിലിരിക്കാൻ നല്ല സുഖമുണ്ട്. അതുപോലെ തന്നെ സ്നോയും മീനാക്ഷിക്കും ഇപ്പൊ ഓക്കെ. നേരത്തെ നാഗർകോവിൽ വരെ ഭയങ്കര ഇരപ്പായിരുന്നു, ഇപ്പൊ ഓക്കെ അവര്. നമ്മളെ സ്നോയും മീനാക്ഷിക്കൊപ്പം നമ്മൾ ഗോവയിലോട്ട്. മീനാക്ഷി, അങ്ങനെ നമുക്ക് സ്റ്റേ ചെയ്യാൻ ഒരു അടിപൊളി സ്ഥലം കിട്ടി കേട്ടോ. നമ്മളിങ്ങനെ വാഷ്റൂമിലൊക്കെ പോകണമെന്ന് കരുതി വന്ന ടൈമിൽ അവിടെ പാർക്കിംഗ് അവൈലബിൾ എന്ന് കണ്ടിട്ട് ഈ ഇന്ത്യൻ ഓയിൽ പമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ കണ്ട കുറേ പിന്നെ ലോറി ഡ്രൈവേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇവിടെ കുക്കിംഗ് ഒക്കെ ചെയ്യണുണ്ട്. അപ്പം എന്തായാലും നമുക്ക് സേഫായിട്ടൊരു സ്ഥലം കിട്ടി. മണി 6:30 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ മധുരൈ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞേ ഉള്ളൂ എന്ന് തോന്നുന്നു മധുരയ്ക്ക് ശേഷം. എന്തായാലും ഇനി രാത്രി എന്തായാലും പോകാൻ ചാൻസ് ഇല്ല, കാരണം നല്ല സേഫായിട്ടുള്ള സ്ഥലം കിട്ടില്ല. നാളെ നേരത്തെ എണീറ്റ് പോകാനുള്ള പ്ലാനാണ്. പിന്നെ സ്നോണീനെ നമ്മളിങ്ങനെ പുറത്തിങ്ങനെ കെട്ടിയിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് ഇവർ പണിതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നോർമലി അഴുക്കുള്ള അങ്ങനത്തെ ഇതല്ല, നല്ല ക്ലീൻ. നമ്മളെ മഴ ചതിച്ചു, അതൊരു 1.5 ചതിയായിപ്പോയി കേട്ടോ. ഇതാ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും കോളമായി. മഴ പെയ്തു, ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ പെട്ടെന്ന് എടുത്ത് അകത്ത് കയറ്റി. അകത്ത് കുക്ക് ചെയ്യണ റിസ്ക് ആണ്, പക്ഷെ പെട്ടെന്ന് ചെയ്തിട്ട് ഇറങ്ങാം. നമ്മുടെ ഫോണിൽ ഗോപ്രോയുടെ ബാറ്ററി ചാർജ് ഇല്ലാത്തതുകൊണ്ട് സംഭവം നമ്മൾ ബാറ്ററി ചാർജ് വയ്ക്കാൻ വേണ്ടി പോയതാണ്. പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും മഴ. ഇല്ലെങ്കിൽ വന്ന ആ ടൈമിന് ഫുഡ് റെഡി ആക്കി ഇപ്പോൾ ഈ ഒരു കുഴപ്പം വരില്ലായിരുന്നു. നമ്മുടെ ഗോപ്രോ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, രണ്ടും വീക്കായിരിക്കുക. നമ്മളിപ്പോൾ ഈ ട്രിപ്പ് പറഞ്ഞതിനെ കരുതി സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ ലാസ്റ്റ് മേടിക്കാമെന്ന് ചോദിച്ചാൽ ബാറ്ററി, അപ്പോൾ അതിനൊന്നും പൈസ തവഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് ആ ഒരു ബാറ്ററി കൊണ്ട് വന്നിരിക്കുന്നു. ഒന്നല്ല, 2 ബാറ്ററി, രണ്ടും വലിച്ചേറ്റും. ഇപ്പോൾ ജെനി ഈ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു കാഴ്ചയാണിത്. അത് വേറൊന്നുമല്ല. പണ്ട് എൻ്റെ വീട് വളരെ ചെറിയ വീടാണ്, ഓല മേഞ്ഞൊരു വീടാണ്. അപ്പോൾ മഴ സമയത്തൊക്കെ ഇങ്ങനെ ചോർന്നൊലിക്കും. അപ്പോൾ അമ്മ വന്നിട്ട് പാത്രങ്ങളെല്ലാം വാരി ഒരു സൈഡിൽ വെച്ച്, ചിലപ്പോൾ വെള്ളമൊക്കെ കെട്ടി നിൽക്കും വീടിനകത്തൊക്കെ. അപ്പോൾ നമ്മളുമെല്ലാം ഒരു സൈഡിലിരിക്കും. ഇതുപോലെയാണ് എൻ്റെ അമ്മ അന്ന് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരവസ്ഥയാണ് ഞാനിപ്പം ജനിയിൽ കാണുന്നത്. കാര്യം അന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ തീർന്ന് വീട് വെള്ളത്തിൽ മുങ്ങും, അങ്ങനത്തെയാണ്. കടലിൻ്റെ സൈഡൊന്നുമല്ല, ബാക്കിൽ വീടിൻ്റെ സൈഡൊക്കെ. നമ്മളൊരു വയൽ ഏരിയയിലാണ് താമസം, കഴക്കൂട്ടത്താണ്, വയൽ ഏരിയയാണ്. പക്ഷേ അന്ന് നമ്മളെ വീട് ചെറിയ വീടാണ്, അതാണ്. ഇപ്പോഴും വലിയ വീടൊന്നുമല്ല, ഇപ്പോഴും ചെറിയ വീട് തന്നെയാണ്. അങ്ങനെ ചായ റെഡി. ചായ എല്ലാവരും ജെനിയുടെ കയ്യിരിക്കണ ഗ്ലാസ് എത്തിച്ചോ. നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നാണിത്, കണ്ടോ? ട്രാവലിംഗ് മാംബോസ്. ഈ ഗ്ലാസ് ദീപുചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ദീപുചേട്ടന് നമുക്ക് ഗിഫ്റ്റ് തന്നതാണ്. അതായത് നമ്മൾ ഗോവയിലോട്ട് ട്രിപ്പ് പോകണമെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ തന്നെ ഫോട്ടോ വെച്ചിട്ട് അവൻ ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നൈറ്റുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കരപ്പെട്ട മഴയൊക്കെ ആണെങ്കിലും ജെനി ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞ കേട്ടോ. നല്ല അടിപൊളി ഫുഡ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയോണ്ട് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കിടക്കുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ നല്ല മഴയുണ്ട്. മഴയുള്ളത് കാരണം കൊതുകിൻ്റെ ഒരു പ്രശ്നമില്ല കേട്ടോ, വേറെ സീനൊന്നുമില്ല, സേഫാണ്. സ്നോയും മീനാക്ഷിയൊക്കെ ഓക്കെയാണ്. ബൈ, ഗുഡ് നൈറ്റ്.